ധർമ്മടം എന്താ സംഭവിക്കാൻ പോകുന്നത്? ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലോ ഏതൊരു കവി പാടിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെയുള്ള ഒരു റിസൾട്ടാണ് അവിടുന്ന് വരാൻ പോകുന്നത്. തോറ്റതിന് തുല്യമായ വിജയമേ പിണറായിക്ക് ഉണ്ടാവുള്ളൂ. ഞങ്ങളുടെ സർവേയിൽ 10,000 വോട്ടിന് താഴെ ധർമ്മടത്ത് പിണറായി 10,000 വോട്ടിന് താഴെ പോകുന്നവർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിണറായി തോറ്റാൽ പോലും നമ്മളാരും ഞെട്ടേണ്ടതില്ല എന്ന് ആ സർവേ നടത്തുമ്പോൾ ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനം ഈ പറയുന്ന ഇത്രയും ഇഫക്റ്റ് ഉണ്ട് ഇവിടെ. ഇത്രയും ഇഫക്റ്റ് ഇത് കേരളത്തിലെ ഒരു ജില്ലയിലും ഇല്ല. ആരാ വോട്ട് ചെയ്യുന്നത്? സഖാക്കളാണ് വോട്ട് ചെയ്യുന്നത്. എന്തിനാ വോട്ട് ചെയ്യുന്നത്? അവർക്ക് അവരുടെ പാർട്ടി ഉണ്ടാവണം, ആ സംവിധാനം നിലനിൽക്കണം ഇവിടെ. അപ്പൊ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ പശ്ചാത്തലം പിണറായി എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പാർട്ടിയെയും ഒരു സംവിധാനത്തെയും ഇടതുപക്ഷ ചിന്തകരെയും ഇടതുപക്ഷ അനുഭാവികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും വരാനിരിക്കുന്ന സർക്കാർ പിണറായിയുടേതാകരുത് എന്ന ഒരൊറ്റ ഉദ്ദേശം കൊണ്ട് വോട്ട് ചെയ്യണം. ഈ